നമസ്കാരം. പുതിയ കേരള സർക്കാർ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു ഗസറ്റ് വിജ്ഞാപനം ചിലരെയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. വേണ്ടതുപോലെ അത് വാർത്തയായില്ല ഇത് മാത്രം. എന്നാൽ വളരെ സുപ്രധാനമായൊരു ഗസറ്റ് വിജ്ഞാപനമായിരുന്നു അത്. ആ വിജ്ഞാപനമാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത്. ഈ വിജ്ഞാപനത്തിൽ പറയുന്നത് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൻ്റെ അപ്പീൽ കൈകാര്യം ചെയ്യാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിരിക്കുന്നു എന്നാണ്. ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പേര് പി വിജയഭാനു എന്നും. ഇത് സുപ്രധാനമായൊരു വാർത്തയാണ്. രഞ്ജിത്ത് ശ്രീനിവാസനെ നമുക്കൊക്കെ അറിയാം. OBC മോർച്ചയുടെ സംസ്ഥാന നേതാവായിരുന്നു. 2021 ഡിസംബർ മാസം 18 ഷാൻ എന്നു പേരുള്ള ആലപ്പുഴക്കാരനായ SDPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ചിലർ വധിക്കുന്നു. ഷാനിനെ കൊന്നത് RSSകാരാണ് എന്ന നിഗമനത്തിൽ നേരം വെളുക്കുന്നതിന് മുൻപ് ഒരു RSSകാരനെ കൊല്ലാൻ SDPIയും പോപ്പുലർ ഫ്രണ്ടും ചേർന്ന് തീരുമാനമെടുക്കുന്നു. അവർക്ക് പക്ഷേ കയ്യിൽ ആരെയും കിട്ടിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്നേവരെ ഒരു ക്രിമിനൽ കേസിലും ഇടം പിടിച്ചിട്ടില്ലാത്ത സാധുവായ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട വക്കീലിനെ വധിക്കാൻ അവർ തീരുമാനിക്കുന്നു. അന്ന് രാത്രിയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വീട്ടിൽ കയറി ഭാര്യയുടെയും അമ്മയുടെയും മക്കളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് അഭിഭാഷകനെ. കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ്. ഇതിനെ കേവലം ഒരു രാഷ്ട്രീയ കൊലക്കേസായല്ല കേരളീയ സമൂഹം കൈകാര്യം ചെയ്തത്. അതിൻ്റെ തുടർച്ചയായാണ് വാസ്തവത്തിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നതും നേതാക്കന്മാർ ജയിലിലാവുന്നതും. ഈ കേസിൻ്റെ വിചാരണ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നു. 2 വർഷം തികയുന്നതിന് മുൻപ് വിചാരണ പൂർത്തിയാക്കി കേസിലെ 15 പ്രതികളെയും വധശിക്ഷയ്ക്ക് വിധിച്ചു മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും 9 മുതൽ 12 വരെയുള്ള പ്രതികൾ ആയുധങ്ങളുമായി കൊലപാതകം നടക്കുന്ന സമയത്ത് പരിസര പ്രദേശത്ത് കാവൽ നിന്നവരും 13, 14, 15 പ്രതികൾ കൊലപാതകികളെ സംരക്ഷിച്ചതടക്കം ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുമാണ്. 15 പേരും ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്ന നിഗമനത്തിൽ 15 പേരെയും വധശിക്ഷയ്ക്ക് വിധിച്ചു കോടതി. ഇത് പോപ്പുലർ ഫ്രണ്ട് SDPIക്കാരുടെ കുരുപൊട്ടാൻ കാരണമായി. ഷാൻ വധക്കേസിൻ്റെ വിചാരണ ഒരിടത്തും എത്തുന്നതിന് മുൻപ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിലെ വിചാരണ പൂർത്തിയാക്കി പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചതോടെ അവർ ജഡ്ജിക്കെതിരെ രംഗത്തിറങ്ങി. ജഡ്ജി സംഗിണിയാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തുകയും ജഡ്ജിക്ക് വധഭീഷണി മുഴക്കുകയും ചെയ്തതിൻ്റെ പേരിൽ 4 പേരെ പിന്നീട് പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. തീവ്ര ഇസ്ലാമിക ശക്തിയുടെ പിന്തുണയോടെ UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തരം കേസുകളിൽ ഒക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്ന്. അതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ മാറുന്നതുവരെ കാത്തിരുന്നിട്ട് പുതിയ സർക്കാർ വന്നപ്പോൾ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. പക്ഷാഘാതം വന്ന് തളർന്നതിനാൽ 10ാം പ്രതി നവാസിനെ ഹൈക്കോടതി 1 മാസത്തേക്ക് ഇടക്കാല ജാമ്യവും അനുവദിച്ചു. UDF സർക്കാർ ഉഴപ്പിയേക്കും, അതുകൊണ്ട് എല്ലാവർക്കും ജാമ്യം കിട്ടി ഊരിപ്പോകാം എന്ന് പ്രതീക്ഷ അസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ജാമ്യം കൈകാര്യം ചെയ്യാൻ UDF സർക്കാർ തീരുമാനമെടുത്തത്. ഇത് അക്ഷരാർത്ഥത്തിൽ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന തീവ്ര ഇസ്ലാമിക ശക്തികളുടെ കുരുപൊട്ടിച്ചിരിക്കുകയാണ്. കാരണം പി വിജയഭാനു അത്ര നിസ്സാരക്കാരനായൊരു അഭിഭാഷകനല്ല. കേരള ഹൈക്കോടതിയിലെ ഏറ്റവും വിലയേറിയ 2-3 വക്കീലന്മാരിൽ ഒരാളാണ് പി വിജയഭാനു. സാധാരണഗതിക്ക് പ്രതികൾക്ക് വേണ്ടിയാണ് ഇത്രയും നിരക്ക് കൂടിയ വക്കീലന്മാരെത്തുന്നത് എന്ന് മാത്രമല്ല, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിചാരണ കോടതിയിൽ നിയോഗിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അപ്പീൽ കോടതിയിൽ അങ്ങനെ വയ്ക്കുന്ന പതിവുമില്ല. എന്നിട്ടും ഏറ്റവും മുതിർന്ന അഭിഭാഷകനെ തന്നെ ഇതിൻ്റെ അപ്പീൽ കൈകാര്യം ചെയ്യാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തീവ്ര ഇസ്ലാമിക ശക്തികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. വിജയഭാനു കോടതിയിൽ എണീറ്റ് നിന്ന് ഇതിൻ്റെ നീചവും നികൃഷ്ടവുമായ തലങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരു കോടതിക്കും ജാമ്യം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. പലപ്പോഴും ഇത്തരം കേസുകളിൽ ഇത്തരം പ്രതികൾ രക്ഷപ്പെടുന്നത് കോടതിയിൽ സർക്കാർ നടത്തുന്ന അലംഭാവം മൂലമാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് വേണ്ടപ്പെട്ട നിരവധി പേരെ ഇങ്ങനെ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട BJP നേതാവിന് സംരക്ഷണം ഒരുക്കാൻ രണ്ടും കൽപ്പിച്ച് UDF സർക്കാർ രംഗത്തിറങ്ങുമ്പോൾ ഇവരുടെ നെഞ്ചെങ്ങനെ പൊട്ടാതിരിക്കും? അത്ര നികൃഷ്ടമായ കൊലപാതകം നടത്തിയവർ തലയൂരി പോവരുതേ എന്ന് UDF സർക്കാരിന് പിടിവാശിയുള്ളതിൽ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പി വിജയഭാനുവിനെ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയ അഭിഭാഷകൻ ഈ പ്രതികൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ തീർച്ചയായും അവർക്ക് നിരാശപ്പെടാനും ശിഷ്ടകാലം ജയിലിൽ കഴിയാനും മാത്രമായിരിക്കും വിധി.